എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കളർഫുൾ പൂരി ഉണ്ടാക്കിയാൽ അതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം. മഞ്ഞൾപ്പൊടി, പിന്നെ പാലക്കുണ്ട്, ഞാൻ പാലക്ക അരച്ച് വെച്ചു, പിന്നെ നമ്മുടെ ബീട്രൂട്ട് അരച്ച് വെച്ചു, പിന്നെ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഓക്കെ, നിങ്ങളെ ഞാൻ കുഴയ്ക്കുന്നതൊന്ന് കാണിക്കാം. ആദ്യം നമുക്കൊരു ശകലം ഉപ്പ് പൊടി ഇടാം. എല്ലാത്തിനും ഞാൻ ഈ 3 ആട്ട വെച്ചേക്കുന്നതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ്. അപ്പം നമുക്ക് ആദ്യം പാലക്കിൻ്റെ ഒന്ന് കുഴച്ചെടുക്കാം. പാലക്കിൻ്റെ പൂരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആ പാലക്കിൻ്റെ അത് അങ്ങോട്ട് ഒഴിച്ച് അപ്പം നമുക്ക് ഇച്ചിരി മാവ് കൂടിയിട്ട് ഇത് പാലക്കിൻ്റെ ഇതങ്ങ് പൊളിച്ചെടുക്കാം. അപ്പം നമ്മൾ പാലക്കിൻ്റെ ഒന്ന് കുഴച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിക്കും. നമുക്ക് നമ്മുടെ ഓരോ കളറും കുഴച്ച് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പം ഞാൻ ആദ്യം ഗ്രീൻ കളർ കുഴച്ച് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ബീട്രൂട്ടിൻ്റെ. അപ്പം ഞാൻ വേണ്ട ബീട്രൂട്ടും ഇട്ടു. അടുത്ത നമുക്ക് ബീട്രൂട്ടിൻ്റെ. അപ്പം ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കുഴച്ച് വെച്ചു. ബീട്രൂട്ടിൻ്റെ എല്ലാം കുഴച്ച് ഞാൻ വെച്ചു. അപ്പം ഇനി നമുക്ക് അടുത്തത് മഞ്ഞപ്പൊടിയുടെ ഇച്ചിരി മഞ്ഞപ്പൊടിയുടെ നമുക്കൊരു ശകലം മഞ്ഞപ്പൊടിയുടേത് അടുത്തതിടാം. അപ്പം നമുക്ക് ഒരു ശകലം മഞ്ഞപ്പൊടി. ഇത് ഞങ്ങൾ മില്ലിൽ നിന്ന് മേടിച്ച മഞ്ഞപ്പൊടി, അതുകൊണ്ട് നല്ല മഞ്ഞപ്പൊടി. ഒരു നുള്ള് നമ്മൾ ഇടുക, ഒത്തിരി ഇടുന്നില്ല, ഒരു നുള്ള്. അപ്പം നമുക്ക് അത് പച്ചവെള്ളത്തിലൊന്ന് കുഴയ്ക്കാം. അപ്പം ഇത് ഞാൻ നിങ്ങളെ കുഴച്ചിട്ട് കാണിക്കാം. നമ്മുടെ 3 കളറിലും ഞാൻ കുഴച്ച് വെച്ചു. പിന്നെ ഗ്രീൻ കളറും, പിന്നെ ബീട്രൂട്ടിൻ്റെ, പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പം 3 കൂടെ ഞാൻ കുഴച്ച് വെച്ചു. ഇനി ഞാൻ ഇതൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കാം. 3 സൈസ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. 3 സൈസിൻ്റെയും പൊറോട്ട. ഇപ്പം നമുക്ക് പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം ഞാനിതൊന്ന് പരത്താം. ആദ്യം നമുക്ക് നമ്മുടെ പച്ച കളറിൽ ഒരെണ്ണം ഇങ്ങനെ ഒരു ബോൾ എടുക്കാം. ഇത്രയും വലിയൊരു ബോൾ ഞാൻ എടുത്തിട്ടു. ആ ബോളെടുത്ത് നമുക്കൊന്ന് പരത്താം. ആദ്യം നമ്മുടെ ഗ്രീൻ കളറാണ് പരത്തി. അത് നമുക്ക് ഒരു തളികയിലോട്ടിടാം. പിന്നെ നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ എടുക്കാം. ബീട്രൂട്ടിൻ്റെ കളർ അതും നമുക്ക് ഒന്ന് പരത്താം. പാറക്കുട്ടി അപ്പുറത്ത് വർത്താനം പറയുന്നു. അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറും ഞാൻ ഈ പച്ചയുടെ മണ്ടയ്ക്കോട്ട് വെച്ചു. ഇനി ഈ മഞ്ഞയാണ് നമ്മളെടുത്ത്. ഇത് മഞ്ഞളിനകത്തുണ്ടാക്കി. അപ്പം അതും നമുക്കൊന്ന് കുഴയ്ക്കാം, ഉരുട്ടിയെടുക്കാം.
നമ്മുടെ മഞ്ഞയും നമുക്കിന്ന് പരത്തിയെടുക്കാം. നമ്മുടെ 3 കളറും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ മഞ്ഞ കളറ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മുടെ ചുമപ്പ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മുടെ പച്ച എടുത്തു. അപ്പം ഈ 3 കൂടെ നമ്മളിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ചുരുട്ടാം. അപ്പം ഞാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചുരുട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് ഇതിൽ നിന്ന് ഓരോ കഷ്ണം നമുക്ക് കണ്ടിച്ചെടുക്കാം. അപ്പം ആദ്യം നമ്മുടെ ഒരു കഷ്ണം നമ്മൾ കണ്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ അടുത്ത ഒരെണ്ണം കൂടെ എടുത്തു, നമ്മളെടുത്തു. അങ്ങനെ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടിച്ച് മാറ്റി വെക്കാം. അപ്പം നമ്മളതെല്ലാം ഒന്ന് കണ്ടിച്ച് വെച്ചു. ഇനി നമ്മുടെ അകം കണ്ട ഗ്രീനും റെഡും. ഇനി നമുക്ക് അതൊക്കെ ഇനി നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് എല്ലാം എടുത്ത് വെച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം. അപ്പം ആദ്യം നമ്മൾ ഒരെണ്ണം എടുത്തു, അത് നമുക്കൊന്ന് പരത്താം. അപ്പം നമ്മുടെ വ്യത്യസ്തമായ പൂരി എല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയിടാം. നമ്മുടെ പൂരി എല്ലാം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പം നമ്മുടെ പൂരി എല്ലാം നമ്മൾ പരത്തി ഇവിടെ വെച്ച് ഇനി നിങ്ങളെ ഞാൻ ചുട്ട് കാണിക്കാം. അപ്പം നമ്മുടെ പൂരിയെല്ലാം ഞാൻ കളർഫുള്ളായിട്ടുള്ള പൂരിയെല്ലാം നമ്മൾ ഇവിടെ പരത്തി വെച്ചു. ഇനി നമുക്കിതൊന്ന് ചുടാം. അപ്പം അതിന് വേണ്ടി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ എടുത്ത് അടുപ്പയിലോട്ട് വെക്കാം. ഇനി നമുക്കത് ചുട്ട് നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കാം. അപ്പം ആദ്യം ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചുടുന്നത്. കുഞ്ഞിന് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഇച്ചിരിഞ്ഞോട്ട് ഒഴിക്കും. വെളിച്ചെണ്ണ എല്ലാം ഐസ് കട്ടയുടെ കൂട്ടായിരിക്കുന്നത് കണ്ട്. എണ്ണയൊന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പൂരി നമുക്ക് ഇതിലോട്ടിടാം. ഇതേണ്ടേ നമ്മുടെ കളർഫുൾ പൂരി വെണ്ണയ്ക്കകത്തോട്ടിട്ട്. അപ്പം നിങ്ങളിത് ഒന്നുണ്ടാക്കി നോക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ അവരാരും ഇതൊന്നും ഇതൊന്നും കഴിക്കത്തില്ലല്ലോ, ഈ ബീട്രൂട്ടും ഒന്നും. അപ്പം നിങ്ങളിങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എന്ന് വെച്ചാൽ കളർഫുള്ളായിട്ടുള്ള ഇതല്ലേ. ഞാൻ തീ ഇച്ചിരി കൂട്ടി വെച്ചപ്പോൾ നമുക്ക് നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പൂരി പാലക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല വിറ്റാമിനൊക്കെ ഒത്തിരി ഉള്ള സൈസായിരുന്നു പാലക്കൊക്കെ. അപ്പം കൊച്ചുങ്ങൾക്കൊക്കെ പാലക്കൊക്കെ കൊടുക്കുന്നതല്ല. അവരാരും പക്ഷെ പാലക്ക് ഒന്നും അങ്ങനെ കുഞ്ഞുങ്ങളാരും കഴിക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് ഈ ബീട്രൂട്ട് പാലക്കൊക്കെ നമുക്ക് പിള്ളേരെ പറ്റിക്കാനുള്ള പണി ഞാനിവിടെ ചെയ്തത്. ഇവിടെ എൻ്റെ മോളൂന് ഞാൻ കൊടുക്കും. അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്ന്.
അപ്പം നിങ്ങൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ അല്ലേ വലിയവർക്കും നല്ലതാണ്, കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇങ്ങനെ ട്രൈ ചെയ്യും. ഞാൻ നിങ്ങളെ ബാക്കി എല്ലാം ചുട്ടിട്ട് കാണിക്കും. അപ്പം നല്ല കളർഫുള്ളായിട്ടുള്ള പൂരി എല്ലാം ചുട്ട് ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ച്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ അവർ ഈ പാലക്കും ബീട്രൂട്ടും ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുക. ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.